Good afternoon, everyone. Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon. Okay, start you. Prayer Arachana. Who is going to sing prayer? Anyone? എന്താണ് prayer ആരും ചൊല്ലുന്നില്ലേ? ആരാണ് prayer ചൊല്ലാം? Okay, I will do. We thank you for bringing us together today. Please guide our hearts and minds as we learn and grow. Help us to respect one another, listen carefully, and strive to do our best. Give us patience and kindness, and help us to encourage each other in all that we do. May we use what we learn here to make the world a better place. Thank you. Okay. Next thought of the day. Thought of the day ആരാ പറയാ? ഞാൻ പറയാം മിസ്സേ. Okay. Good afternoon all. My name is Yubi George. Today I am going to present thought of the day. Today's thought is success is not final, failure is not fatal. It is the courage to continue that counts. I repeat, success is not final, failure is not fatal. It is the courage to continue that counts. Thank you. Okay. Yeah. നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണല്ലേ? നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് പ്രയർ, ആരാണ് തോട്ട് ഓഫ് ദി ഡേ എന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടല്ലേ ക്ലാസ്സിലേക്ക് വരാം അല്ലേ? ആണോ ആണോ എന്തെങ്കിലും ഉണ്ടാകെ? അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ടീച്ചർ. അവര് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞവര് മിണ്ടാതിരിക്കുന്നത്. പിന്നെ ആരും പറയുന്നില്ല എന്ന് കണ്ടിട്ടാണ് പറഞ്ഞവര് തന്നെ വീണ്ടും പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? യെസ് ടീച്ചർ. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ വെച്ച് തന്നെ ഓൾറെഡി തീരുമാനിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ കുറച്ചൊരു ബെറ്റർ. ഓക്കെ. അപ്പൊ ഇന്ന് ആരുടെ പ്രയർ ചൊല്ലാം അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇത്രയും ടൈം പോകില്ല. അപ്പൊ വീണ്ടും വീണ്ടും പറയാത്തവരുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് അവിടെ പറയാം. ഓക്കെ. അടുത്ത ക്ലാസ് തുടങ്ങി അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ആരുടെ പ്രയർ ചൊല്ലാന്ന് നോക്കണ്ട, നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രയർ ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തോട്ട് ഓഫ് ദി ഡേ അപ്പൊ തന്നെ പറയാം. ഓക്കെ. ഓക്കെ ടീച്ചർ. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തത്? 9 kinds of pronoun അതിന്റെ എക്സസൈസ് പറയാണ് ചെയ്തത്. ഓക്കെ. ക്ലിയർ ആണോ? പ്രോണൗൺ ചാപ്റ്റർ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. കാരണം നമ്മളെ പോർഷൻ കംപ്ലീറ്റ് ആയില്ലേ? പറയൂ. പറയൂ. പ്രോനൗൺ കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ യൂണിറ്റ് 1 നമ്മൾ 2 നമ്മുടെ കംപ്ലീറ്റ് ആണ്. നൗൺ ആൻഡ് പ്രോനൗൺ ഫിനിഷ് ആയി. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. ക്ലിയർ ആണോ? യെസ് ടീച്ചർ, ക്ലിയർ ആണ്. ഫോർ മീ നോ ഡൗട്ട്. ഓക്കെ. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? യെസ് മിസ്. ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു?
ഓക്കെ ആണ്, കിട്ടിയിരുന്നു. ഓക്കെ ആണ്. പാറ്റേൺസ് ഒക്കെ മനസ്സിലായോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാ. MCQ ടൈപ്പ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരാ എക്സാമിന്. ഈ മോഡലാണ്. ഇപ്പോ ഏകദേശം ക്ലിയർ ആയോ കാര്യങ്ങളൊക്കെ? യെസ് ടീച്ചർ. യെസ്. ഓക്കെ. വേറെ ആരും എന്താണ് ഇൻട്രാക്ഷൻ വളരെ കുറവാണോ ക്ലാസ്സിൽ? നമ്മളങ്ങനെ ഇപ്പോൾ ഇൻട്രാക്ഷൻ ചെയ്യാറില്ല, ജസ്റ്റ് ക്ലാസ് ഒക്കെ പോകാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് സുഖമല്ലേ? How are you all? Doing well? Thank you, Miss. It's fine, Miss. Okay, have you had your lunch? യെസ് ടീച്ചർ, Yes. വി ഹാവ്. Yes. Okay, എല്ലാവരും ആക്റ്റീവ് അല്ലേ? എന്താണ് ആരും ഒന്ന് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ? നമുക്ക് ഇത്ര സ്പീഡിൽ പോർഷൻ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോവാം. അല്ലാതെ ഈ സംസാരിക്കാൻ എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലെ എക്സസൈസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ലേ? അല്ലാതെയും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നതാണ് അല്ലെ? Yes, Miss. Okay. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. Okay, yeah. Moving on next unit, number 3, the verb system in English. Okay, yeah. What is verb? എന്താണ് verb? ആർക്കെങ്കിലും അറിയാവോ? യെസ് ടീച്ചർ, verb is a action word. Yeah, action word ആണെന്ന് പറയാം. or doing word. Word ആണ്. Yeah. Okay. Which is describing word. Sorry, not describing. After the subject it comes. Yeah, okay.
വെർബ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഡൂയിങ് വെർബ് ആണ്, ഡൂയിങ് ആണ്, ആക്ഷൻ വെർബ് ആണ് എന്നൊക്കെ പറഞ്ഞു. പേജ് നമ്പർ 41. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് ഓർഡിനറി വെർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെർബ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞു ആക്ഷൻ വെർബ് ആണെന്ന് പറഞ്ഞു. ആക്ഷനിൽ മാത്രമല്ല വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് വെർബ് എന്താണ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ പോർഷൻ ഇല്ലാത്തതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് ആക്ഷൻ വെർബ്? അത് ആക്ഷൻ വെർബ് പറയുമ്പോൾ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ് വെർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റേറ്റ് വെർബ്. നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ പോർഷൻ ഇല്ല. ഓക്കെ, ഇത് എന്റെ നോട്ടാണ്. സോ ഇതാണ് ആക്ഷൻ വെർബ്. എന്താണ് ആക്ഷൻ വെർബ്? നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും അത് എന്താണ് ആക്ഷൻ വെർബ് ആണ്. ഓക്കെ, നമ്മൾ ആക്ഷനിലൂടെ ചെയ്യുന്ന നമുക്ക് ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും അത് ആക്ഷൻ വെർബ് ആണ്. അതെന്തോ ആയിക്കോട്ടെ. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ? ആക്ഷൻ വെർബിന് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. Read, write, walking, walk, run, jump, eat, sleep. ഇതെല്ലാം എന്താണ് ആക്ഷൻ വെർബ് ആണ്. ഡ്രൈവ്, റൈറ്റ്, എല്ലാരും ആക്ഷൻ വെർബ് ആണ്. നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആക്ഷൻ വെർബ് ആണ്. ഇനി സ്റ്റേറ്റ് വെർബ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് വെർബ് ആണ്. സ്റ്റേറ്റ് വെർബിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പോ സെന്റൻസ് ഫസ്റ്റ് ആക്ഷൻ വെർബില് വി ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. വി ഈറ്റ് ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ഷൻ വെർബ് ഉണ്ട്. അത് ഏതാണ്? Eat ആണ്. It is the action verb. So next, she ran to catch the bus. So അവിടെ എന്താണ്? Ran. ran ആണ് അല്ലെ, ഓടുക, ran. So അത് ആക്ഷൻ verb ആണ്. അപ്പൊ she closed the door. She closed the shop. ഇവിടെ ആക്ഷൻ verb ഏതാണ്? Closed. Close ആണ്. Closed. അതാണ് ആക്ഷൻ verb എന്ന് പറയാം. അപ്പൊ ആ സെന്റൻസില് ആക്ഷൻ വേർബ് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു സെന്റൻസിന് നമുക്ക് ആക്ഷൻ വേർബ് എന്ന് പറയാം. ഈ സ്റ്റേറ്റ് വേർബ് ആണെങ്കിൽ ആ സെന്റൻസിൽ എന്താണ് ഒരു അവിടെ ഒരു ആക്ഷൻ വേർബോ അങ്ങനത്തെ ഒരു വേർബോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അതൊരു സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഒരു പ്രവൃത്തി ആയിരിക്കില്ല അവിടെ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. ഈ നോസ് ദ ആൻസർ, അവന് ആൻസർ അറിയാം. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവനെ അറിയാം എന്നാ പറയാം. അവിടെ there is no action verb. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് വേർബ് എന്നാണ്. ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് വേർബ് എന്നാണ്. ഓക്കെ, ഐ ഡോണ്ട് ബിലീവ് യു, ഞാൻ വിശ്വസിക്കില്ല. അവിടെയും ഒരു ആക്ഷൻ വേർബോ ഒന്നുമില്ല. നമുക്ക് ഫിസിക്കലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ കാര്യങ്ങളൊന്നുമില്ല അല്ലെ, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. സോ ഇങ്ങനത്തെ സെന്റൻസിന് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് വേർബ് എന്നാണ്. അപ്പൊ നമുക്ക് വേർബ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ വേർബ് ഉണ്ട്, സ്റ്റേറ്റ് വേർബ് ഉണ്ട്. അപ്പൊ ആക്ഷൻ വേർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് വേർബ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പോർഷൻ ഇല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് നോക്കാം. അതായത് ഓർഡിനറി വേർബ്, അതായത് മെയിൻ വേർബ് എന്ന് പറയുന്നത്, then regular verb, irregular verb, transitive verb, intransitive verb. ഈ സൈഡ് ഫസ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേർബ് പഠിച്ചു. ഈ ട്രാൻസിറ്റീവ് വേർബ് എന്താണ്, ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താണെന്നാണ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റൻസില് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ ഒരു സെന്റൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, a transitive verb that requires a direct object to complete its meaning in a sentence. Okay, example note, she ate the cake. She ate the cake. Ate is a transitive verb and the cake is a direct object. Okay, ate എന്ന് പറയുന്നതാണ് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് ആയിട്ട് വരാം. കേക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. സോ കേക്ക് ആ ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകില്ല. she ate എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്താണ് അവള് കഴിച്ചത്, അറിയില്ല. അവിടെ ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല, അല്ലെ, ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റും.
സോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുക. ഇനിയിപ്പോ അടുത്ത എക്സാമ്പിൾ, ഐ ഓപ്പൺ ദി ഡോർ. ഇവിടെ ട്രാൻസിറ്റീവ് വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് പറഞ്ഞേ. Verb is opened. Object is the door. ദി ഡോർ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോർ ആണ്. സോ ഇവിടെ ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറഞ്ഞാല് നമുക്ക് ആ സെന്റൻസ് മനസ്സിലാവില്ല. അവിടെ എന്താണ് ഓപ്പൺ ചെയ്തത് അറിയില്ല, ഇൻകംപ്ലീറ്റ് ആണ്. കാരണം അവിടെ ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ അതിനെയാണ് എന്ത് നമ്മള് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രാൻസിറ്റീവ് വേർബ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഇൻട്രാൻസിറ്റീവ് വേർബ്. Intransitive verbs cannot have a direct object to complete their meaning. മനസ്സിലായോ? ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമില്ല. ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിരിക്കും. അതാണ് എന്ത് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. We arrived in the afternoon. എന്താണ് അവൻ ഞങ്ങള് ഉച്ചയാകുമ്പോഴേക്കും എത്തും. മനസ്സിലായോ? അവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ? There is no object അല്ലെ, എന്നാലും ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ. അപ്പൊ അതാണ് എന്ത് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്രയും പഠിക്കുക, ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബും, ഒബ്ജക്റ്റ് ഇല്ലാണ്ട് സെന്റൻസ് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബും ആണ്. ഓക്കെ, ക്ലിയർ ആയോ? Yes. Miss. ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കൂ. English has two kinds of verb, ordinary and helping verb. Helping verb എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതില് ട്രാൻസിറ്റീവ് verb ഉണ്ട്. Helping verb. Most of the main verbs for their past tense and past participle with it. അത് regular verb ആണ്. Translate. Main verb which takes object for completing the idea are transitive verb. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആകുന്ന ഐഡിയാസ് എല്ലാം ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇഫ് നോട്ട്, ഇനി അതല്ല എങ്കിൽ they are intransitive verb. Okay, which sometimes take a complement for completing the idea. They killed the mad dog. അതെന്ന് പറയുന്നത് എന്താണ്? They killed the mad dog എന്ന് പറയുന്നത് ഏതാണ്, ഏത് verb ആണ്? Transitive. പറയൂ, ഏത് verb ആണ്? They killed the mad dog. Transitive. Transitive ആണ്. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? The mad dog. mad dog ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാ. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് verb എന്ന് പറഞ്ഞാൽ kill ആണ്. Killed the mad dog. ഓക്കെ, kill ആണ്. ഇനി we went to the temple. We went to the temple എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് ആണ്. There is no action അല്ലെ, അവിടെ നമുക്ക് there is no action അല്ല, ഒബ്ജക്റ്റ്. അവിടെ ഒബ്ജക്റ്റ് ഇല്ല, ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമില്ല. സോ അത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പൊ അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, അപ്പൊ ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, ദീസ് നാലെണ്ണം. Is it clear or understood? ഒന്നും കൂടി പറയാം. എന്തോ ഒന്നും കൂടി പറയാൻ ചോദിക്കും. ഏതായിരുന്നു? ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. ഓക്കെ, അതായത് ഒരു സെന്റൻസിൽ she sent a letter. നമുക്ക് സെന്റൻസ് എടുക്കാം. ഇപ്പൊ he bought a car. അവനൊരു കാറ് വാങ്ങിച്ചു. മനസ്സിലായോ? അവനൊരു കാറ് വാങ്ങിച്ചു എന്നാണ് ഒരു സെന്റൻസ്. അതില് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്ട് മീൻസ് ഒബ്ജക്റ്റ് എന്താണ്? ഒരു വസ്തു. വസ്തുവല്ല, നമുക്ക് ഒരു സെന്റൻസില് ഒബ്ജക്റ്റിന്റെ മലയാളം എന്താ? ഇപ്പോ നമ്മൾ എന്തെന്നാണോ ഇവിടെ വാങ്ങുന്നത്, he bought a car. അവിടെ നമ്മൾ എന്താണോ വാങ്ങിയത്, അവൻ എന്താണോ വാങ്ങിയത് അതാണ് ഒബ്ജക്റ്റ് അല്ലെ. അപ്പൊ he bought a car എന്ന് പറയുന്ന സെന്റൻസ്, അവൻ ഒരു കാർ വാങ്ങി. ഇനി അവിടെ കാർ ആ ഒബ്ജക്റ്റ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അപ്പൊ മലയാളം എന്താ വരാ? മീനിങ് എന്താ വരാ? അവൻ വാങ്ങി. അവൻ വാങ്ങി എന്ന് മാത്രം പറയുന്ന ഒരു മലയാളത്തില് ആ ഒരു സെന്റൻസ് നമുക്ക് കേൾക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അവൻ വാങ്ങി കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ?
Incomplete. ഇൻകംപ്ലീറ്റ് അല്ല, അവിടെ ഒബ്ജക്റ്റ് എന്തായാലും വേണം. അവൻ എന്ത് വാങ്ങി എന്ന് അറിയണ്ടേ, അവിടെ ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമാണ്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, എന്ത് വാങ്ങിയാലും ഒബ്ജക്റ്റ് അവിടെ വേണം, എന്നാൽ മാത്രമേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഹി ബോട്ട് എ കാർ, അല്ലെങ്കിൽ ഹി ബോട്ട് എ ന്യൂ ഫോൺ, അല്ലെങ്കിൽ ഹി ബോട്ട് എ ബൈക്ക്, എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല, അല്ലെ? ഹി ബോട്ട് സംതിങ്, എന്തെങ്കിലും വാങ്ങണം, അല്ലെ? അല്ലാണ്ട് ഹി ബോട്ട് മാത്രം പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അവൻ വാങ്ങി, അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി ചോദ്യം എന്ത് വാങ്ങി, കാരണം ഒബ്ജക്റ്റോട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമാണ്, എന്നാൽ മാത്രമേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അവൻ ഒരു ഫോൺ വാങ്ങി, ഹി ബോട്ട് എ ന്യൂ ഫോൺ, അല്ലെങ്കിൽ അവനൊരു കാർ വാങ്ങി, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങി, അല്ലെങ്കിൽ അവരൊരു പേന വാങ്ങി, ഹി ബോട്ട് എ പെൻ, ഹി ബോട്ട് എ കാർ, ഹി ബോട്ട് എ ബൈക്ക്. മനസ്സിലായോ? അപ്പൊ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകില്ല. സോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇനിയിപ്പോ ഇൻട്രാൻസിറ്റീവിൽ വരുമ്പോ ഒബ്ജക്റ്റ് ഒന്നും ആവശ്യമില്ല. ഐ ആം ഗോയിങ് ടു ഹോം, ഞാൻ വീട്ടിൽ പോയാണ്, അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ഉണ്ടോ? Your dog barks a lot. നിന്റെ പട്ടി നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്, അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കാര്യം നമ്മൾ പറയുന്നതാണ്. അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിയായിരുന്നു. മനസ്സിലായോ? ഞാൻ ഉറങ്ങിയായിരുന്നു, അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇപ്പൊ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് വേർബ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെ 4 ഓപ്ഷൻ തന്നെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ ഈ 4 ഓപ്ഷനിൽ നോക്കാം. അതിൽ എന്തെങ്കിലും ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിന്റെ ആവശ്യമുണ്ട്, ഒബ്ജക്റ്റിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയതെന്ന് തോന്നിയാൽ ആ സെന്റൻസ് എന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, അങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരാം. ഐഡന്റിഫൈ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് വേർബ് അല്ലെങ്കിൽ ഓർ ഇൻട്രാൻസിറ്റീവ് വേർബ്. അങ്ങനെ 4 ഓപ്ഷൻ തരും. അതിൽ നിങ്ങൾ നോക്കാം അവിടെ ഒബ്ജക്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഒബ്ജക്റ്റ് ഒന്നുമില്ലാത്തൊരു സെന്റൻസ് ആണ് അവരുടെ തന്നിരിക്കുന്നെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തിനുണ്ടെങ്കിൽ ചോദിക്കുക, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താലും മതി. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇനി നെക്സ്റ്റ് റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ് ആണ്. അതായത് റെഗുലർ വേർബ് എന്താണ്? നമ്മള് 3 ഫോം ഉണ്ട്, അല്ലെ? പ്രസന്റ്, പിന്നെ ഏതാണ്? പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്നല്ല, നമ്മൾ എന്താ പറയാ ശരിക്കും? നമുക്ക് 3 ഫോം ഉണ്ട് ഇംഗ്ലീഷ്. നമ്മൾ എന്തായാലും പറയാം Present, past, participle. V2 V3 എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയാം നമ്മൾ. ഓക്കെ, അങ്ങനെ 3 ഫോം ആണ് നമുക്കുള്ളത്, അല്ലെ? V1 V2 V3 നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. V1 V2 V3. ഈ V1 V2 V3 ED ആഡ് ചെയ്ത് വരുന്നതെല്ലാം റെഗുലർ വേർബ് ആണ്. പ്ലേ എന്ന് പറഞ്ഞ V1 ഫോം ആണ്. അതിൽ രണ്ടാമത് V2 V3 ED ചേർത്താ വരാം, അല്ലെ? സെയിം ആയിരിക്കുള്ളൂ. V2 V3 സെയിം ആണെങ്കിൽ അത് റെഗുലർ വേർബ് ആണ്. കാരണം റെഗുലർ ആയിട്ട് പോകുന്നതാണ്, ഒരേപോലെ പോകുന്നതാണ്. അതാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ്. പുൾ, പുൾഡ്, പുൾഡ്. പുഷ്, പുഷ്, പുഷ്. കണ്ടോ? സെയിം അല്ലേ? ഒരേപോലെയാണ് വരാം. സോ ഇതിനെയാണ് നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇറഗുലർ വേർബ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഡിഫറെന്റ് ആയിട്ട്. ഈറ്റ്, എയ്റ്റ്, ഈറ്റ്. Go went Come, came, come. അപ്പൊ അതൊക്കെയാണ് ഇറഗുലർ അല്ലെ? ഇത്രയേ ഉള്ളൂ. ഇതാണ് വേർബ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ക്ലിയർ ആയത്? ആക്ഷൻ വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്. ഇത്രയും വേർബ് ഞാനിത് പഠിപ്പിച്ചതാണ്.
ക്ലിയർ ആയോ ഇല്ലയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും പറയോ, മനസ്സിലായോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതൊന്ന് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും പറഞ്ഞു കേട്ടോ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ് അല്ലെ, ഭാവി ടീച്ചേഴ്സ് ആവേണ്ടവരാണ്. സോ നമുക്ക് ഇനി ക്ലാസ്സിൽ എന്താണ് എടുത്തത് അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറയേണ്ടി വരും. ഓക്കെ, എല്ലാവരും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ എന്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായത് അത് ഒന്ന് എല്ലാവരോടും പറയാം, ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും 2 മണി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവരും പറയുമ്പോൾ കുറച്ചുകൂടി നോളജ് കിട്ടും. കുറച്ചുകൂടി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും, മനസ്സിലായവരുണ്ടെങ്കിലും അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ എല്ലാവരും മാക്സിമം പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറയും തോറും നിങ്ങൾക്കും അത് മെമ്മറിയിലേക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആവും. മനസ്സിലായോ? നിങ്ങൾ മറക്കില്ല. നമ്മൾ പഠിച്ച കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും മറക്കില്ല. ഇറഗുലർ വേർബ് അല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ആരാ പറയാ? ഫസ്റ്റ് ആരാ പറയാ? വേർബ്, ആക്ഷൻ വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, റെഗുലർ ആൻഡ് ഇറഗുലർ. ഫസ്റ്റ് ആരാ പറയാ? ജസ്റ്റ് നിങ്ങൾ പേര് ടൈപ്പ് ചെയ്താൽ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ഓക്കെ, എല്ലാവരും പറയാട്ടോ. പറയുന്നത് നല്ലതാണ്. അയ്യോ മിസ് എനിക്ക് അറിയില്ല മിസ്, ഞാൻ എങ്ങനെ പറയാന്ന് ഓർത്ത് വിചാരിക്കണ്ട, പറയാം. ഓക്കെ, who's first? ഞാൻ പറയാം. റുമൈസ. റുമൈസ പറഞ്ഞു. Action verb. It's a physical action. Just jump, run, example. Transitive verb is an object in a sentence which is incomplete. Intransitive cannot have direct object to complete meaning. Regular verb, the same pattern. V1, V2, V3, ED ചേർത്ത് കഴിഞ്ഞാൽ ഒരു റെഗുലർ പാറ്റേണിൽ പോകുന്ന വേർഡ്സ് ആണ്. ഇപ്പോ റൈറ്റ് നമ്മള് ജമ്പഡ് എക്സാമ്പിൾ പറയാം. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പാറ്റേൺ ഇല്ല. ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ, അതൊരു അൺപാറ്റേൺ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ്, നിങ്ങള് ഇപ്പോ പിള്ളേർക്ക് എങ്ങനെയാണോ, സ്റ്റുഡൻസിന് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം, ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? സമീറ. സമീറയാണോ? സമീറ. സമീറ അല്ലേ? സമീറ അബൂബക്കർ എന്നല്ലേ പേര്? ഓക്കെ, സമീറ പറയൂ. Action verb means verbs indicates physical action. Example: sing, jump, read, etc. State verb means it's only statement. There is no action. Example: he, no, him. Transitive verb means it requires a direct object to complete its meaning. Example: I opened the door. In this sentence, opened is a verb and door is object. Without this object, this sentence cannot complete. Intransitive verb means it does not complete. It complete without object. Example: I reached there. Regular verb means in regular verbs V2 and V3 are same.
Example, jump, jumped, jumped. Pull, pulled, pulled. Irregular verbs. In irregular verbs, V2 and V3 are different. Example, eat, ate, eaten. Take, took, taken. Yeah, good. Okay. Next. Okay. നെക്സ്റ്റ് ആരാ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കൂ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം ഇത് പറയുന്നതോറും നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഇനി ആരാ പറയാ? റീന സന്ദീപ്. പറയൂ. There are action verb and state verb. Action verb, as we say, a physical action or doing words like sing, dance, go, watch, and the words, action verbs. And state verbs are is just a statement. No, I don't believe you. It's just a statement. And action words അങ്ങനെ പറയാൻ പറ്റില്ല. Then there are ordinary and helping verbs. These are kinds of verbs. And then transitive verbs and intransitive verbs. Transitive verbs, they need a definite object to complete the idea of a sentence. And intransitive verb, they don't need a direct object to complete the idea. Like I am going to the temple. It's, I think, intransitive. And transitive verb is like I closed the door. So door is an object. It needs an definite object there. Regular, not regular, irregular, I have a doubt. I mean, I didn't understand properly. എന്തോ Irregular verb എനിക്ക് doubt ഉണ്ട്. I didn't understand. ഇറഗുലർ വെർബ് ഡൗട്ട് ഉണ്ട്. Regular verbs പറഞ്ഞു കഴിഞ്ഞാൽ past tense and past participles അത് D and ED നമ്മൾ സെയിം ആ വെർബിന് അധികം ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ irregular words are something that totally change ആവുന്നതാണോ? ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ആയിരിക്കുള്ളൂ. V2 V3 എപ്പോഴും ചേഞ്ച് ആണ്. അതായത് റൈറ്റ് എങ്ങനെയാ വരാം? Okay. അങ്ങനെയാണ് ഇറഗുലർ വെർബ്. Thank you, miss. Okay, ഇനി നെക്സ്റ്റ് ഷബ്ന ഹാഷിം. ഷബ്ന, are you there? നൈല് പറയുന്നുണ്ടോ? പുറത്താണ്. ശബ്ദ ക്ലിയറായോ? എന്താന്ന് മനസ്സിലായോ? അതായത് റെഗുലർ ആയിട്ട് വരുന്നല്ല, ഒരേപോലെ സെയിം ആയിരിക്കില്ല. ആണെങ്കിൽ അത് റെഗുലർ വെർബ് ആണ്. ഓക്കെ, ED ചേർത്ത് വരിക, അതായത് അങ്ങനെ വരുന്ന ഒരു V2 V3 എപ്പോഴും സെയിം ആയിട്ട് വരുന്നതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. ഉഷാനി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഷബ്ന ക്ലിയർ ആയോ? റെഗുലർ വെർബ് ക്ലിയർ ആയോ? മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് എക്സാമ്പിള്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. കണ്ടോ? ഇത് മൂന്നാണ്. മനസ്സിലായോ? സോ നമുക്കിത് റെഗുലർ ആയിട്ട് വരുന്നല്ല, റെഗുലർ ആയി വരുന്ന ഒരു പാറ്റേൺ അല്ല, ഡിഫറെന്റ് ആണ്. സോ ഇതാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്.
ഓക്കെ, കം കെയിം കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും V1 V3 സെയിം അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ V2 V3 ആണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വരാം. സോ റെഗുലർ ആയിട്ട് വരുന്നതിനെ ഇറഗുലർ വേർബും ഇറഗുലർ ആയിട്ട് വരുന്നതിനെ ഇറഗുലർ വേർബ് എന്നാ പറയാം. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയട്ടെ. ഓക്കെ, പറയൂ. Verbs two kinds, active action verbs and stative verbs. Action verbs means in a sentence some action will be done. That means cat killed rat. അവിടെ ക്യാറ്റ് കൊന്നു എന്നുള്ള ആക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഐ ഈറ്റ് എ കേക്ക്, അവിടെ ഈറ്റ് തിന്നു, അപ്പൊ അതെല്ലാം ഒരു ആക്ഷൻ ആണ്. എന്നാൽ സ്റ്റാറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഐ ഹാവ് എ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ്, എനിക്കൊരു ഷോപ്പ് ഉണ്ട്, അതിൽ ആരും ഒരു ആക്ഷൻ ചെയ്യുന്നില്ല. അല്ലെ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവള് പാടുന്നു ഭംഗിയായിട്ട്, ആര് പാടുന്നെന്നോ എന്തെന്നോ ഇല്ല. അതുകൊണ്ടാണ് അതിനെ stative verb means that doesn't do any action. And next, transitive and intransitive. The verb which in the sentence which in need an object to complete its meaning is called transitive verb. And intransitive verb means that doesn't need proper object to complete it. Transitive verb example, I sing a song. So what did I sing? A song. So when we ask a question with what or whom, അപ്പം നമുക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. മറ്റ് ഹൗ, വേർ, വെൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് കിട്ടുന്നെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് ആണ്. Intransitive, as I said earlier, she sings beautifully. That we will ask only how. How did she sing? And I went to school. Where did you go? Or I get up at 4 o'clock. When did you get up? So when, where, how, ഇതെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് വരുന്നെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് ആണ്. വാട്ടും ഹുമ്മും ഇത് രണ്ടിന്റെ ആൻസർ ആണ് ട്രാൻസിറ്റീവ്. പിന്നെ റെഗുലർ വെർബ് ആൻഡ് ഇറഗുലർ വെർബ് by adding ed, mainly ed, and again some more words are there. That second and third form will be same. Ask, asked, asked, and kill, killed, killed, etc. And another one is that different forms are different. So sometimes two forms same, sometimes one eat, ate, eaten, come, came, come, drink, drunk, drunk, see, saw, seen, sleep, slept, slept. So those, okay, that is all. Thank you. Yeah, Usha, well explained. നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? ഓക്കെ, ഇതുപോലെ എപ്പോഴും പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അവസരമാണ്. മനസ്സിലായോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരാൾ പറയുമ്പോ നമുക്ക് നേരത്തെ പഠിച്ച പോലെ ആയിരിക്കില്ല. നമുക്ക് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഉഷ പറഞ്ഞ പോലെ കണ്ടോ, ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് ഉഷയ്ക്ക് പറയാൻ പറ്റി. കാരണം അത് ഉഷയ്ക്ക് അത്രയും ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് പിന്നെ ഇത് ഒരിക്കലും മറക്കില്ല നമ്മൾ. മനസ്സിലായോ? പിന്നെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. പറയട്ടെ? പറയൂ. അതായത് ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്. ആക്ഷൻ വെർബ് മീൻസ് ഫിസിക്കൽ ആക്ഷൻ. എക്സാമ്പിൾ ജമ്പ്, റൺ. സ്റ്റേറ്റ് വെർബ് മീൻസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. എക്സാമ്പിൾ അത് പറയാലോ അല്ലേ മിസ്? പിന്നെ ഉള്ളത് ഇൻട്രാൻസിറ്റീവ് വെർബ്. Intransitive verbs means you cannot have direct object to complete their meaning. അതായത് we arrived in the afternoon. Regular verbum, irregular verbum. Irregular verb means the V2 V3 forms are the same. Jump, jumped, jumped തന്നെ. Irregular verbs means അതായത് V2 V3 forms separate, different ആയിരിക്കും.
എക്സാമ്പിൾസ് ഡു ഡസ് ഡിഡ് ഒക്കെ വരത്തില്ലേ? ഗീവ് ഗേവ് ഗീവൺ, കം കെയിം കം, റൈറ്റ് റോട്ട് റിട്ടേൺ. ഓക്കെ ഗുഡ്. ഇനി നെക്സ്റ്റ് ആരാണ്? അയ്യോ മിസ് എനിക്ക് അറിയില്ല, മിസ് ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല മിസ് എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും പറയാം. ഓക്കെ, എനിക്ക് പേടിയാണ്, ടെൻഷനാണ്, കോൺഫിഡൻസ് ഇല്ല, ഏതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയണമെന്നില്ല എന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ നിങ്ങള് മാക്സിമം ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം. ഓക്കെ, അതിപ്പോ നമ്മള് പരസ്പരം നേരിട്ടൊന്നും കാണുന്നില്ല, ആർക്കും നിങ്ങളെ ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഓഫ്ലൈൻ ആണെങ്കിൽ ഓക്കെ പേടിക്കാം, എല്ലാവരും എന്നെ നോക്കുമല്ലോ, ഞാൻ പറയുമ്പോ എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിക്കാം. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഓൺലൈൻ ആണ്. സോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് എല്ലാവരും. ഓക്കെ, ഇനിയിപ്പോ ആരും അങ്ങനെ പേടിച്ചോ പഠിച്ചോ അങ്ങനെ ഇരിക്കാണ്ട് ആക്റ്റീവ് ആവാൻ നോക്കുക. ഞാൻ പറയാം മിസ് എന്ന് പറഞ്ഞ് വരാൻ നോക്കുക. ഓക്കെ, ക്ലാസ് എപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് പോകുക, എപ്പോഴും ഇന്ററാക്ട് ചെയ്യുക. ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, ക്ലാസ്സിൽ ഭയങ്കര ബോറായിരിക്കും. എന്തുണ്ടെങ്കിലും ചോദിക്കും. ഇപ്പൊ കണ്ട എല്ലാവരും പറയാന്ന് പറഞ്ഞു വരുന്നുണ്ടോ, അത് അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? മനസ്സിലായോ? എനിക്ക് നിങ്ങളെ എല്ലാവരും പഠിക്കണമെന്നേ ആഗ്രഹമുള്ളൂ, നന്നായിട്ട് പഠിക്കണം. പഠിച്ചത് ഇവിടെ വെച്ച് മറക്കാതിരിക്കാനാണ് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളും ടീച്ചേഴ്സ് ആവുന്നവരാണ്, ടീച്ചേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടും, യൂസ്ഫുൾ ആയിരിക്കും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറയട്ടെ മിസ്സേ. ഓക്കെ, ആക്ഷൻ വെർബ് ആൻഡ് സ്റ്റേറ്റ് വെർബ്. ഇപ്പൊ ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും, ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉള്ള ഒരു സെന്റൻസ് ഉണ്ടാകും. അതായത് ഇപ്പൊ രാമ കിൽഡ് രാവണ, അപ്പൊ അതില് കിൽഡ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അതിന് നമുക്ക് ആക്ഷൻ വെർബാണെന്ന് പറയാം. പിന്നെ എന്താ സ്റ്റേറ്റ് വെർബ്. സ്റ്റേറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. അപ്പൊ അതിന് നമ്മൾ സ്റ്റേറ്റ് വെർബ് എന്ന് പറയും. പിന്നെ ഉള്ളത് ട്രാൻസ്ലേറ്റ് ആൻഡ് ഇൻട്രാൻസ്ലേറ്റ്. ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാല് അതിന് എന്താ പറയാ, സബ്ജക്റ്റ് വെർബും ഒബ്ജക്റ്റും ഉണ്ടാകും. ഐ പ്ലേഡ് ക്രിക്കറ്റ്. അപ്പൊ ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് അതിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് വെർബ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഇൻട്രാൻസ്ലേറ്റ് വെർബ്. ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ഒരു മിനിറ്റ്. ഇൻട്രാൻസിറ്റീവ്. ഓക്കെ. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ അതില് ഐ പ്രേ ടു ഗോഡ്. ഓക്കെ, ഇപ്പൊ പ്രേ ടു ഗോഡ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഇൻട്രാൻസിറ്റീവ് ആയിട്ട് വരുമോ? Pray to God. അത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഓക്കെ. ഇപ്പൊ ഐ പ്രേ എന്ന് പറഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഗോഡിനെയാണ്, അല്ലെ? ഇവിടെ ഗോഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ. അപ്പൊ ട്രാൻസിറ്റീവ് ഞാൻ പറഞ്ഞു. ഐ റീഡ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ അതില് വെർബ് ഒബ്ജക്റ്റ് ബുക്കാണ്. അപ്പൊ അത് ട്രാൻസിറ്റീവ് വെർബ്. പിന്നെ ഉള്ളത് റെഗുലർ ആൻഡ് ഇൻറെഗുലർ വെർബ്. റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വെർബിന്റെ കൂട്ടത്തില് ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ റെഗുലർ വെർബ് കിട്ടും. ഐ പ്ലേഡ് ക്രിക്കറ്റ്, അങ്ങനെ ഇ ഡി ചേർത്തിട്ടുള്ള സംഭവങ്ങൾ. കില്ലിനാണ് കിൽഡ്, അങ്ങനെ വരും. അത് റെഗുലർ വെർബ്. ഇനി ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ സീ, സോ, സീൻ, ഈറ്റ്, ഈറ്റൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. അങ്ങനെ നമുക്ക് നേരിട്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല, ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് മൊത്തത്തില്. അതിനാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയട്ടെ മിസ്സേ. ഓക്കെ. Action verb and state verb. In action verb, the verb representing any activity or physical action. For example, jump, run, drive. In state verb, just a statement only. There is no specific action. For example, I have a book. There is no specific action. Next is transitive verb.
In this, the the sentence will be incomplete without any object. For example, he ate apple. In this, ate is a transitive verb because without apple, we cannot complete the sentence. The transitive verb. It requires no specific object for complete the sentence. For example, he went to school. Irregular verb. In this, the verbs in three forms will be same. For example, pull, pulled, pulled, jump, jump, jumped. Irregular verbs, the verbs will be different in three forms. For example, come, came, come, eat, ate, eat. Thank you. Yeah. Okay. ഇനി ആരെങ്കിലും? ഇനിയിപ്പോ മിസ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, വെറുതെ ഇങ്ങനെ പറയിപ്പിക്കുകയാണ് എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണ്. കാരണം മോണ്ടിസോറി ആണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മോണ്ടിസോറി പഠിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിയാം അല്ലെ? സോ കോൺഫിഡൻസ് ലെവല് നമുക്ക് ഈ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ റെഡി ആക്കിയിട്ട് വേണം. കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിപ്പിക്കാൻ പോകാം. ഓക്കെ, ആ ഇംഗ്ലീഷിനുള്ള പേടി കുറയും. ഇങ്ങനെ പറയും തോറും ആദ്യം നിങ്ങൾ മലയാളത്തിലാണ് പറയുന്നത്. ഓക്കെ, ദെൻ പോകുന്തോറും അങ്ങോട്ട് പോകുന്തോറും ഈ മലയാളം മാറ്റി മാക്സിമം ഇംഗ്ലീഷ് ആക്കാൻ നോക്കുക, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ അതോടുകൂടി നിങ്ങളുടെ ഇംഗ്ലീഷിനുള്ള പേടിയും കുറയും, നിങ്ങളുടെ കോൺഫിഡൻസും കൂടും. ഓക്കെ, അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഇങ്ങനെ ഞാൻ പറയിപ്പിക്കുന്നത്. ഈ ക്ലാസ് ഞാൻ എടുക്കുന്നു, നിങ്ങൾ കേട്ടു പോകുന്നു, മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ അല്ലെ? വിറക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും സംസാരിക്കാത്ത എന്താണെന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, സോ അതുകൊണ്ട് ഞാനിങ്ങനെ പറയിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഈ മിസ് ക്ലാസ് ഒന്നും എടുക്കണില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. പോർഷൻ എല്ലാവരും ആ ടൈമിലാവുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തെന്ന് എനിക്കറിയാം. മെയിൻ ആയിട്ട് കോൺഫിഡന്റ് ആണ്. കോൺഫിഡൻസ് ലെവൽ ആർക്കും ഇല്ല, തീരെ കുറവാണ്. കുറച്ച് പേർക്കേ ഉള്ളൂ. കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ അവര് കുറച്ച് പേർക്ക് കുഴപ്പമില്ല, ഞാൻ പറയാൻ റെഡി ആയി വരുന്നുണ്ട്. ബാക്കി എല്ലാവരെയും മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും പേടിയാണ്. മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ്. മാക്സിമം പേടി മാറ്റിക്കൊണ്ട് വരാം. ഓക്കെ, ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, നിങ്ങളെ പോലെ പഠിച്ചിട്ടാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. പേടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് എടുക്കോ? ഞാൻ വീട്ടിലിരുന്നാലേ ക്ലാസ് എടുക്കേണ്ട ആവശ്യം. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. എന്റെ മോളെ നോക്കി എനിക്ക് വീട്ടിലിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റില്ല, നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആദ്യം ആ പേടി മാറ്റാം. പേടിച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും കിട്ടാനില്ല. ഓക്കെ, നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ പേടിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സോ ആ പേടി മാറ്റിയാൽ തന്നെ കോൺഫിഡൻസ് ലെവൽ വരും. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞ മിസ് തെറ്റിപ്പോകോ, അല്ലെങ്കിൽ തെറ്റിയാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കേട്ടിരിക്കുന്നവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. അത് മാറ്റാം. മനസ്സിലായോ? ആരൊന്നും വിചാരിക്കില്ല, എല്ലാവരും പഠിക്കാൻ വന്നവരാണ്. ഓക്കെ, ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണ്. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പൊ അത് എനിക്കും ഇംഗ്ലീഷ് അറിയില്ല, ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. മനസ്സിലായോ? സോ നമുക്ക് ആ പേടി മാറ്റിയാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ വരെയും ചെയ്യും. നമുക്ക് ഒരുപാട് ചേഞ്ച്, നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരും. മനസ്സിലായോ? നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സംശയം ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടാത്തത് എന്താണെന്ന് എനിക്കറിയാം. ചോദിക്കാൻ മടിയാണ്. ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ചോദിച്ച ശരിയാകൂ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാലേ അവിടെ ഇത്രേ ഉണ്ടാകുള്ളൂ. നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യാം. മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അലേർട്ടാണ് ക്ലാസ്സിൽ. നിങ്ങൾ അത്രയും കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നത്. മനസ്സിലായോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്ന. പിന്നെ ഡൗട്ട് ചോദിക്കുന്നവര് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. കുറെ കാര്യങ്ങൾ അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഡൗട്ട് ചോദിക്കുന്നത്. അല്ലാത്തവർ കേട്ടിരിക്കുകയുള്ളൂ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് ഓക്കെ മനസ്സിലായി. അങ്ങനെ വിചാരിച്ചിരിക്കരുത്. ക്ലാസ്സിൽ എല്ലാവരും 30 സ്റ്റുഡൻസ്, 30 ബിലോ 30 ആണ് സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഒരേപോലെയാണ്. ആരും ബെറ്റർ, കുറച്ച് താഴെ ഒന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാവരും നിങ്ങളുടെ
ഇന്ന് വരെ നിങ്ങൾ എന്തായിരുന്നു അതാകരുത് ഈ നാളെ വരുമ്പോ. മനസ്സിലായോ? ഫസ്റ്റ് ചേഞ്ച് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ തന്നെ മാറ്റാൻ ശ്രമിക്കാം. നിങ്ങൾ മാറും തോറും ബാക്കി എല്ലാം മാറും. നിങ്ങൾ വിചാരിക്കുന്ന പേടി മാറും, ടെൻഷൻ മാറും, നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് വഴി എന്താണ് ആ ഡോർ ഓപ്പൺ ആവും. മനസ്സിലായോ? പേടിച്ചിരുന്നാലും ഒന്നും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു വുമനാണ് അല്ലേ? ഞാൻ മാരീഡ് ആണ്, എനിക്ക് മോളുണ്ട്. നിങ്ങളെ പോലെ തന്നെയാണ് കാണുന്ന ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും നമ്മളെ പോലെ തന്നെയാണ്. എല്ലാവരും പേടിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും വരുമോ? ജോലിക്ക് വരും, അച്ചീവ് ചെയ്യും? ഇല്ല. അപ്പൊ അതുപോലെ ശ്രമിക്കൂ. നമ്മൾ പേടിച്ചിരുന്ന് നമുക്ക് എന്ത് കിട്ടുന്ന? ഇംഗ്ലീഷ് പേടിയാണ് മിസ്സേ, ഇംഗ്ലീഷ് പഠിക്കാൻ പേടിയാണ്, എനിക്ക് അറിയില്ല. അറിയണ്ടേ? അറിയാൻ ശ്രമിക്കണ്ടേ? അറിയാൻ ശ്രമിക്കാം. പേടിയാണെന്ന് പറയരുത്. എനിക്കത് അറിയണം മിസ്സേ, എനിക്കത് പഠിക്കണം. അതെങ്ങനെയാ പഠിക്കണ്ടേ? അങ്ങനെയാ ചോദിക്കണ്ടേ. പേടിയാണ്, ടെൻഷനാണ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അതല്ല പറയേണ്ടത്. കോൺഫിഡൻസ് ഒക്കെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നടക്കുക. എല്ലാം നമ്മുടെ മൈൻഡാണ്. മനസ്സിലായോ? ഇത് ഞാനൊരു ഉപദേശമായിട്ടല്ല. അങ്ങനെ സ്റ്റുഡൻസ് അല്ലേ, ഞാൻ ഒരു സ്റ്റുഡൻസ് ആയിട്ടല്ല കാണുന്നത്. എല്ലാവരും എന്നെ പോലെയാണ്. ഞാൻ എങ്ങനെയായിരുന്നു അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ആദ്യം മാറ്റാം. ഇംഗ്ലീഷ് മാത്രമല്ല, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കേണ്ടതല്ല. ഇംഗ്ലീഷ് പഠിച്ചാല് കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഒരുപാട് ഇൻക്രീസ് ആവും. കാരണം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ആരോട് വേണമെങ്കിലും ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോ നമുക്ക് എന്താണ് ഒരു ലക്ഷ്യം, എപ്പോഴും ഒരു അംബിഷൻ അല്ലെങ്കിൽ ഒരു വിഷ് അല്ലെങ്കിൽ ഒരു എയിം എപ്പോഴും ഉണ്ടാവണം. അതിന് പുറകെ പോകാം. പേടിച്ച് പുറകോട്ട് വരാനല്ല, പറഞ്ഞ് മുന്നോട്ട് പോകും. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആരും മിണ്ടാതിരിക്കരുത്, ഇന്ററാക്ട് ചെയ്യുക, എന്നോട് ചോദിക്കുക എന്തൊക്കെയുണ്ട് മിസ് വിശേഷം, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, ശേഷം ക്ലാസ് എടുക്കാം. കൂൾ ആയിട്ടിരിക്കുമോ, കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഞാനിങ്ങനെ ഇന്ററാക്ട് ചെയ്യാതിരിക്കുമ്പോ നമ്മുടെ ക്ലാസ് ഭയങ്കര ബോറാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അപ്പൊ ഇനി പേടിയാണ് എന്നൊക്കെ ആരെങ്കിലും പറയോ? ആരും പറഞ്ഞില്ല. റുമൈസ പറയൂ, സംസാരിക്കൂ റുമൈസ, എന്താണ് പറഞ്ഞത്? എന്താന്ന് വെച്ചാല് ഞാനൊരു ടീച്ചറായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം അക്കൗണ്ടിങ്ങിന്റെ ടീച്ചറായിരുന്നു. അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസും ഇല്ലാതെ ജസ്റ്റ് അതിന്റെ ഡിപ്ലോമ മാത്രം ചെയ്തിട്ടാണ് ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അത്രയും കോൺഫിഡന്റ് ഇപ്പൊ ഒരു ബ്രേക്ക് വന്ന കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നമുക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. നിങ്ങളിപ്പോ ചെറുതിന്റെ കോഴ്സ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലെവൽ മൊത്തത്തിൽ മാറ്റണം. ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ശരിക്കും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുത്തേക്കുന്നത്. ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ്. ആ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ തന്നെ ചേഞ്ച് വേണം. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെയും ഉദ്ദേശം നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രമല്ല, സംബന്ധത്തിൽ ചേഞ്ച് ആകണം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ റുമൈസ പറഞ്ഞ പോലെ റുമൈസ ടീച്ചർ ആയിരുന്നു കേട്ടോ, ടീച്ചർ ആയിരുന്നു. അവിടുത്തെ കോൺഫിഡൻസ് ഇപ്പൊ ഇല്ല. ഇതേപോലെ കുറച്ച് പേര് സംസാരിക്കുമ്പോ നിങ്ങളുടെ അവസ്ഥ എല്ലാവരും കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സാഹചര്യങ്ങള്. ഓക്കെ, അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ആവാൻ നോക്കാം. ഓക്കെ, ചേഞ്ച് നമുക്ക് ഏറ്റവും ആവശ്യം മാറ്റമാണ്, ചേഞ്ച് വേണം, എല്ലാവർക്കും വേണം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഇനി എല്ലാവർക്കും കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കണം. അത് ഞാനിവിടെ നിന്ന് പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾ സ്വയം മാറ്റും. ഓക്കെ, ഇന്ന് മുതല് എനിക്കിങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ സംസാരിക്കാം, എന്ത് ഡൗട്ട് ചോദിക്കാം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് പഠിച്ചൊരു ജോലി വേണം, എനിക്ക് എല്ലാവരും മുന്നിൽ നല്ല രീതിയിൽ നിൽക്കണം. ഓക്കെ, എപ്പോഴും ആ ഒരു വാശികൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ടത് ഒരു വാശിയാണ്, അല്ലാതെ പേടിയല്ല. വാശിയാണ്. നമുക്ക് ഇങ്ങനെ ജീവിച്ച് കാണിക്കണം, എനിക്ക് അവിടെ എത്തണം. മനസ്സിലായോ? നമുക്ക് വേണ്ടത് വാശിയാണ്. ആ വാശി എന്നുണ്ടെങ്കിലും
എപ്പോ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ വാശി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നിടത്തൊക്കെ നമുക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടും. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വരും. പേടി വന്നാല് മടി വരും. മടി വന്നാല് താനെ നമ്മൾ പുറകോട്ട് പോകും. നമ്മൾ അവിടെ ഇരിക്കും. ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. ഡിപ്പെൻഡ് ആവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് വരും. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ നോക്കുക. ഓക്കെ, എന്നോട് ഇത് സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോട് സംസാരിക്കണം എല്ലാവരും. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ ടെൻഷൻ ഫ്രീ? കൂളാണോ? കംഫർട്ടബിൾ ആണോ? യെസ് മിസ്. Yes, miss. Thank you. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ആകും. ഓക്കെ, അപ്പോ ഇനി മുതൽ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചർ അല്ല എന്ന് പറഞ്ഞു, ജസ്റ്റ് മെന്റർ മാത്രം. ഓക്കെ, അപ്പൊ എന്ത് വേണമെങ്കിലും പറയാം, ഷെയർ ചെയ്യാം, ചോദിക്കാം. ഓക്കെ, യാ, അപ്പൊ ഇനി മുതൽ നമുക്ക് മാറാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? Ready, miss. Yes. റെഡി. യാ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വെർബ് ഇത്രയും പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, മിസ്സിന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇടുവോ? എന്തോ? മിസ്സിന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇടുവോ? ആ, ക്ലാസ് റൂമിൽ. ഓക്കെ. ഓക്കെ, ഫൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ. Thank you, miss. Okay, thank you all. Thank you. Thank you, miss.